ഹലോ അമ്മേ, എന്തല്ല ചാലം കഴിഞ്ഞാ? കഴിഞ്ഞ പ്രജീഷേട്ടൻ പോയി. പണി കുറച്ചുകൂടി ബാക്കിയുണ്ട്, പണി നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഞാൻ വിളിച്ചത് ഇവളെ ജിത്തേൻ്റെ കാര്യം പറയാനാ. വല്ലാത്ത ഇടങ്ങാറ്, എനിക്ക് മടുത്ത്. വാശി ദേഷ്യവും എല്ലാം വലിച്ചെറിയുന്നു, എന്തെല്ലോ ഒരു സ്വഭാവം. ഇവിടുത്തെ പണിയോ ഓളയോ എല്ലാം എനിക്ക് ഒരുമിച്ച് നോക്കാൻ പറ്റുന്നില്ല. പറഞ്ഞിനി പ്രജീഷേട്ടനോട് പറഞ്ഞിനി, പക്ഷെ അവർക്ക് മനസ്സിലാകണ്ടേ. തണലിൽ കൊണ്ടാക്കുന്ന കാര്യവും ഞാൻ പറഞ്ഞു, പക്ഷെ അതൊന്നും ശരിയാവില്ല എന്നാ പ്രജീഷേട്ടൻ പറയാൻ. പിന്നെന്താ പറയാനാ, ഞങ്ങൾക്കാണ് എവിടെയും പുറത്തൊന്നും പോകാനും പറ്റുന്നില്ല. എവിടെയും പോകാന്ന് പറയുമ്പോൾ പറയും ഓളെ ഒറ്റക്കല്ലേ, ഓളെങ്ങനെ ഒറ്റക്കാക്കി പോവാന്ന് പറയുമോ പ്രജീഷേട്ടൻ. പിന്നെ എന്ത് ചെയ്യാനാ, ഒരു പ്രൈവസിയും ഇല്ല, ഒന്നുമില്ല. അഥവാ ഇനിയിപ്പോൾ പോകുന്നതാണെങ്കിൽ ഇവളും ഉണ്ടാവും ഒരുമിച്ച്, ഇവളെയും കൂട്ടിയിട്ടാ പോകാൻ പറ്റും. എവിടെ പോയാലും ഓളെ സ്വഭാവം അറിഞ്ഞൂടെ, ഇവളെയും കൂട്ടി എവിടെയെങ്കിലും പുറത്തിറങ്ങാൻ പറ്റുമോ? പോയെടുത്തൊന്നും ശല്യം ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇവളെയും കൂട്ടി പോകുന്നതാണെങ്കിൽ പോകണ്ടെന്ന് ഞാനും വിചാരിക്കും. മടുത്തെനക്ക്. എന്നാ ഓക്കെ, ശരി അമ്മേ. താഴെ എന്തോ സൗണ്ട് കേൾക്കുന്നുണ്ട്, എന്തോ എറിഞ്ഞ് പൊട്ടിക്കോ എന്തോ ചെയ്തെന്ന് തോന്നുന്നു. എന്നാ ഓക്കെ, വെക്കട്ടെ. എന്നാ ശരി. ചോറ് പോയി. എന്നാ സൗണ്ട് കേട്ടത്? ആ ചോറ് കൊണ്ടുവന്ന് ആടെ ഇട്ടില്ലേ, ഞാൻ ഇപ്പല്ലേ ഇവിടെ അടിച്ച് വൃത്തിയാക്കി പോയത്. ഒരു വെള്ളം കൂടി നോക്കട്ടെ.